ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല എന്നാണ് ഈ ഷോർട്ട് കട്ട് അറിയപ്പെടുന്നത്. ഇത് JEE മെയിൻ കീം എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്തു. അത് വാലീസ് ഫോർമുല ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണുക. അത് ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാലീസ് ഫോർമുല പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് GX ആണ്, അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് HX ആണ്. അതുപോലെ ഇതിനകത്തുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് f(t) ആണ് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേരിയബിൾ t ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ d/dx നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ടെക്നിക്കാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സെ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ആ ഇൻ്റഗ്രേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ആൻസർ കിട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് എന്തായിരുന്നു? GX ആയിരുന്നു. അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് HX ആയിരുന്നു. അതിനകത്തിലെ ഫംഗ്ഷൻ എന്തായിരുന്നു? f(t) dt. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രലിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അതായത് ഇവിടെ d/dx നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നിങ്ങളിവിടെ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ t എന്ന് പറയുന്ന വേരിയബിളിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് ഈ അപ്പർ ലിമിറ്റ് HX അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അപ്പർ ലിമിറ്റ് HX ഇട്ട് കൊടുക്കുന്നു. അതിട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവായ h'(x) കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശേഷം നമ്മൾ ഒരു മൈനസ് ഇട്ടതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ ഈ ലോവർ ലിമിറ്റും വെച്ച് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ t റീപ്ലേസ് ചെയ്തിട്ട് ഈ ലോവർ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? f(gx) എന്നല്ലേ വരുന്നത്, f(gx). ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡെറിവേറ്റീവ് g'(x) കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതാ നിങ്ങൾ നോക്കുക, ഇവിടെ t എന്ന് പറയുന്ന ഈ വേരിയബിളിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അപ്പർ ലിമിറ്റ് HX കൊടുക്കുന്നു. അതാണ് ഈ എഫിനകത്തിൽ HX ഇട്ടിരിക്കുന്നത്. ശേഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡെറിവേറ്റീവ് h'(x) എടുക്കുന്നു. എന്നിട്ട് മൈനസ് ഇട്ടിട്ട് എന്താണ് ഈ ലോവർ ലിമിറ്റ് GX കൂടെ ഈ ടിക്ക് പകരം കൊടുക്കുന്നു. അങ്ങനെ f(gx) വരുന്നു. ശേഷം അതിൻ്റെ ഡെറിവേറ്റീവ് g'(x) എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനകത്തിൽ t എന്ന് പറയുന്ന വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് മനസ്സിലാകാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്, അതോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇത് മനസ്സിലാകാനായിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ JEE മെയിൻ 2025 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ fx വന്നിട്ടുണ്ട്. fx വന്നിരിക്കുന്ന ഇൻ്റഗ്രൽ sin x to cos x e⁻t² dt ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? f'(x) ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ f'(x) കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പം f'(x) ഈക്വൽ ടു എന്താണ്? d/dx ഓഫ് ഇൻ്റഗ്രൽ sin x to cos x e⁻t² dt. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഈ t റീപ്ലേസ് ചെയ്ത് നമ്മൾ ഈ അപ്പർ ലിമിറ്റ് cos x ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻, അല്ലേ, e⁻. ആ ടിക്ക് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ cos x ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ e⁻cos x² എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ cos x-ൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. cos x-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് -sin x ആണ്. ശേഷം മൈനസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം? ഈ t റീപ്ലേസ് ചെയ്ത് നമ്മളിവിടെ ഈ sin x കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? e⁻
സൈൻ എക്സ് സ്ക്വയർ. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കുന്നു, അത് കോസ് എക്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മൈനസ് സൈൻ എക്സ് ഇ റൈസ് ടു കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആണല്ലോ, മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതേപോലെ തന്നെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ്റഗ്രൽ 0 ടു എക്സ് സ്ക്വയർ. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷന് TFT ആണ്, DT. TFT DT ഈക്വൽ ടു 2/5 എക്സ് റൈസ് ടു 5. ഓക്കെ, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f(4/25) വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ രണ്ട് സൈഡിലും ഒന്ന് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ d/dx ഓഫ്, നമ്മൾ രണ്ട് സൈഡിലും ജസ്റ്റ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുന്നു. d/dx ഓഫ് 0 ടു എക്സ് സ്ക്വയർ. അവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ TFT DT ആണ്. TFT DT ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് കൊടുക്കുന്നു, d/dx 2/5 എക്സ് റൈസ് ടു 5. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ന്യൂട്ടൺ ലെബിനിസ് തിയറം അപ്ലൈ ചെയ്യുന്നു, ന്യൂട്ടൺ ലെബിനിസ് ഫോർമുല. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ടി റീപ്ലേസ് ചെയ്തിട്ട് നമ്മളവിടെ അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ ടി ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ് സ്ക്വയർ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും, എക്സ് സ്ക്വയർ അല്ലേ, ടിക്ക് വരെ എക്സ് സ്ക്വയർ, എഫ് ഓഫ് അവിടെയും ടി ഉണ്ട്, അതിനകത്ത് നമ്മൾ ടിക്ക് വരെ എക്സ് സ്ക്വയർ കൊടുക്കുന്നു. ശേഷം അവിടെ എന്താ ചെയ്യേണ്ടത്, ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്, 2x ആണല്ലോ, മൈനസ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ടി ഉള്ളിടത്ത് 0 കൊടുക്കുന്നു. അങ്ങനെ 0 കൊടുക്കുമ്പോൾ തന്നെ അത് മൊത്തം 0 ആയി പോകുമല്ലോ. ഓക്കെ, ബാക്കി ടേം നമുക്ക് 0 ആയി പോകും. ദിസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ ഒരു ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാമല്ലോ, 2/5 കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ എക്സ് റൈസ് ടു 5 ഡെറിവേറ്റീവ് 5x റൈസ് ടു 4 എന്ന് കിട്ടും അല്ലേ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ, അതായത് 2x³ വരുമല്ലോ, 2x³ എഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ 5 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്കിങ്ങനെ വരും 2x റൈസ് ടു 4 എന്ന് വരും. ഇനിയിപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് f(x²) വാല്യൂ നമുക്കിവിടെ x എന്നല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി, f(x²) വാല്യൂ നമുക്കിവിടെ x എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണല്ലോ, f(4/25) ആണല്ലോ. അത് വളരെ ഈസി ആണല്ലോ. f(4/25) എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x² ഈക്വൽ ടു x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2/5 എന്ന് കിട്ടും അല്ലേ. അടുത്ത ഈ ക്വസ്റ്റ്യനാണ്. ഇത് പ്രീവിയസ് ഇയർ JEE മെയിൻ 2025 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് fx തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമയാണ്. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമ എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. നമ്മൾ മാക്സിമം മിനിമം ഒക്കെ പഠിച്ച സമയത്ത് അവിടെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ഈ പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാക്സിമം വാല്യൂം മിനിമം വാല്യൂം ഒക്കെ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ബേസിക്കലി പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ദണ്ട് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ദണ്ട് ഈ ഒരു പോയിൻറ്റ് മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിൻ്റാണ്. അതുപോലെ ദണ്ട് ഇത് മിനിമം വാല്യൂ കിട്ടുന്ന പോയിൻ്റാണ്. അതേപോലെ ദണ്ട് ഇത് മാക്സിമം മിനിമം. അപ്പോൾ ഇങ്ങനെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടുന്ന പോയിൻറ്റ്സ്, ഇപ്പോൾ ഇവിടെ ഈ ഒരു മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിൻറ്റിൽ നിന്ന് നമ്മൾ കണ്ട് ഇങ്ങനെ എക്സ് ആക്സിസിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ വന്നിട്ട് മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റില്ലേ, ഞാനിപ്പോൾ ആ പോയിൻറ്റിനെ P എന്ന് വിളിക്കുകയാണ്. അതുപോലെ ഈ മിനിമം കിട്ടുന്ന പോയിൻറ്റിൽ നിന്നും നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ എക്സിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ പോയിൻറ്റിനെ നമ്മൾ Q എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഈ ഒരു മാക്സിമം പോയിൻ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടുന്നു. അപ്പോൾ ഈ PQR എന്ന് പറയുന്ന എക്സ് ആക്സിസിലെ ഈ പോയിൻറ്റ്സിനെയാണ് നമ്മൾ പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമ അതല്ലെങ്കിൽ സ്റ്റേഷനറി പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ടേണിംഗ് പോയിൻറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനറി പോയിൻറ്റ്സ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് f'(x) ഈക്വൽ ടു 0 എന്ന് കൊടുത്തതിന് ശേഷം ആ എക്സ് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ആ എക്സിൻ്റെ വാല്യൂസാണ് സ്റ്റേഷനറി പോയിൻറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഓഫ് എക്സ്ട്രീമ എന്നൊക്കെ
പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ ന്യൂട്ടൺ ലെബനിസ് തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് എടുക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഇൻ്റഗ്രൽ 0 ടു എക്സ് സ്ക്വയർ ടി സ്ക്വയർ മൈനസ് 8t പ്ലസ് 15 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ടി ഡി ടി. ഇവിടെ നേരത്തെ ചെയ്ത പോലെ ടി ഉള്ളിടത്തല്ല എക്സ് സ്ക്വയർ ടു കൊടുക്കുക, അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 8 എക്സ് സ്ക്വയർ പ്ലസ് 15 ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, മൈനസ് ഇനിയിപ്പോൾ നമ്മൾ ടി ഉള്ളിടത്തെല്ലാം 0 ഇട്ട് കൊടുത്ത് 0 ഡെറിവേറ്റീവ് ഒക്കെ എടുത്ത് വരുമ്പോഴത്തേന് ആ ഒരു ടേം കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് ഈസിലി ഫാക്ടറൈസ് ചെയ്യാം. ഇതിന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്ന് എഴുതി കൂടെ. ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്കിവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്നും അതുപോലെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 അതുപോലെ 2x ഈക്വൽ ടു 0 കൊടുക്കപ്പെടുന്നതിന് എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് പ്ലസ് ഓർ മൈനസ് √5 എന്ന് പറയുന്ന വാല്യൂ വരും. അതുപോലെ ഇവിടെ എക്സിന് പ്ലസ് ഓർ മൈനസ് √3 എന്ന് പറയുന്ന വാല്യൂ വരും. പിന്നെ എക്സിന് ഓൾറെഡി ഒരു 0 ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലി എത്ര വാല്യൂസ് കിട്ടുന്നുണ്ട്? എക്സിന് 5 വാല്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, താങ്ക് യു.